നമ്മളൊന്ന് വന്നിരിക്കുന്നത് രാജാക്കാടിനടുത്തുള്ള റിപ്പിൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. സിപ്പ് ലൈനിൽ കൂടെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ പോകുന്നുണ്ട്. ഇത് ചെറിയൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അടുത്തൊരു പാർക്കും ഒക്കെ ഉണ്ട്. ഇവിടെ എപ്പോൾ വന്നാലും ഒരുപാട് ജീപ്പുകളൊക്കെ കാണാൻ സാധിക്കും. കൂടുതലും ഇവിടെയുള്ള റിസോർട്ടുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികളെ ഇവിടം കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ജീപ്പുകളാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ജീപ്പുകൾ ഇങ്ങനെ നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതുവഴി ഇറങ്ങിയാണ് നമ്മൾ റിപ്പിൾ വെള്ളച്ചാട്ടത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ചാർജൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് പ്രവേശന ഫീസ്. 50 രൂപ കൊടുത്ത് 2 പേർക്കുള്ള ടിക്കറ്റും എടുത്ത് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് വളരെ രസകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടത്. ഇവരുടെ സിപ്പ് ലൈൻ്റെ റോപ്പ് വേ ബ്ലോക്കായെന്ന് തോന്നുന്നു. എന്തായാലും 2 പേരും ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ റോപ്പ് വേ ഒക്കെ ശരിയായിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിൽക്കാതെ അകത്ത് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഒരു രക്ഷയുമില്ല കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് നേരെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പൊന്മുടി ഡാം അങ്ങ് ദൂരെ കാണാൻ സാധിക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തല തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള തുടക്കഭാഗവും അതുപോലെ സിപ്പ് ലൈനിൽ കൂടെ ആളുകൾ പോകുന്നതും കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് കടകളൊക്കെയുണ്ട്. ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്നും വാങ്ങാൻ സാധിക്കും. ഈ ഷോപ്പുകളുടെ മുന്നിലൂടെയാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള വഴിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രവും മീൻ വളർത്തുന്ന ഒരു കുളവും കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല, വളരെ ശക്തമായ അടിയൊഴുക്കുള്ള ഒരു വെള്ളച്ചാട്ടമാണ് റിപ്പിൾ വെള്ളച്ചാട്ടം. ഇവിടെയൊക്കെ വളരെ അപകടം നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. റിപ്പിൾ വെള്ളച്ചാട്ടം ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിച്ചെല്ലണം. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ റിപ്പിൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 100-300 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പിൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ സാധിക്കും. സിപ്പ് ലൈനിൽ കയറാൻ ആഗ്രഹമുള്ളവരോട് ഒരു കാര്യം പറയാം. ഇതുപോലെ സിപ്പ് ലൈനിലൂടെ യാത്ര ചെയ്യുന്നതിന് 500 രൂപയാണ് അവർ നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. നല്ല ശക്തമായ ഒഴുക്ക് തന്നെയാണ് വെള്ളത്തിനുള്ളത്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ പരമാവധി വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായി. ഈ ഒരു സ്റ്റെപ്പ് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ്. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ പാലത്തിൽ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് പേർ നിൽപ്പുണ്ട്. എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഈ വെള്ളത്തിൻ്റെ ശബ്ദം കാരണം നമുക്കൊന്ന് ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. സംസാരിക്കാം, നമ്മൾ സംസാരിക്കുന്നതൊന്നും മറ്റുള്ളവർ കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെയാണ് വെള്ളം കുത്തി ഒലിച്ച് വരുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഇത്രയും ശക്തിയിൽ വെള്ളം വരുന്നില്ലായിരുന്നു. ഇപ്പോൾ നല്ല ശക്തിയിൽ തന്നെയാണ് വെള്ളം കുത്തി ഒലിച്ച് വരുന്നത്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരു കാര്യം പറയാം. ലോകത്ത് എത്ര സേഫാന്ന് പറഞ്ഞാലും ഒരു വെള്ളച്ചാട്ടവും സേഫല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയവായി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവർ അതെത്ര വലുതായാലും ചെറുതായാലും അതിൻ്റെ അകത്ത് ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ശക്തിയിൽ തന്നെയാണ് വെള്ളം ഇവിടേക്ക് കുത്തി ഒലിച്ച് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ റിപ്പിൾ വെള്ളച്ചാട്ടത്തിൻ്റെയും ഇവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാണുന്ന റിപ്പിൾ അഡ്വഞ്ചർ പാർക്കിൻ്റെയും മനോഹരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങാം.
ചെറുത്